ഏവർക്കും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മലയാളം ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ കസ്റ്റമായി ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ കാണുന്ന ഈ ടൂൾ ബാർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് തരുന്നതാണ്, അഥവാ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആഡ് ചെയ്തതാണ്, മെനു ഐറ്റംസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമായി എങ്ങനെ ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വാല്യൂസ് പോലുള്ള styles.xml എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അതിവിടെ കാണാൻ ഡാർക്ക് ആക്ഷൻ ബാർ എന്നുള്ളത്, അത് നമ്മൾ നോ ആക്ഷൻ ബാർ എന്നാക്കി മാറ്റുക. എന്നിട്ട് നമ്മളിന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൽ കാണാൻ ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ബാർ ഇല്ലാതായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ലേഔട്ട് ഫോൾഡറിൽ ഒരു പുതിയ ലേഔട്ട് നിർമ്മിക്കുക എന്നതാണ്. ന്യൂ ലേഔട്ട്, അതിന് ടൂൾ ബാർ എന്ന് നെയിം കൊടുക്കുക. ഇതിൻ്റെ റൂട്ട് എലമെൻറ്റിൽ നമ്മൾ ടൂൾ ബാർ എന്നടിക്കുമ്പോൾ വരും. അതിൽ രണ്ടാമത്തേത് നമ്മൾ സെലക്ട് ചെയ്യുക, ആൻഡ്രോയിഡ് എക്സ് ആപ്പ് കോമ്പാറ്റ് വിഡ്ജറ്റ് ഡോട്ട് ടൂൾ ബാർ എന്നുള്ളത്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ടൂൾ ബാർ .xml ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ടൂൾ ബാറിൻ്റെ കളർ കൊടുക്കാം. അതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഇത് നിർബന്ധമായും കളർ പ്രൈമറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാണാൻ മൊത്തമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് മാച്ച് പാറ്റേൺ മാറ്റി റാപ്പ് കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് ഇതിന് ഒരു എലവേഷൻ കൊടുക്കുക. അത് 4 dp ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളുടെ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി മെയിൻ .xmlലേക്ക്. അവിടെ .include എന്ന ടാഗ് യൂസ് ചെയ്യുക. അതിൽ ലേഔട്ട്, അതിൽ @layout/toolbar, അതായത് ലൈറ്റ് ഫോൾഡറിലാണ് നമ്മുടെ ടൂൾ ബാർ എന്ന ഇതോടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ID ഫിക്സ് ചെയ്യാം. അത് ഞാൻ ടൂൾ ബാർ എന്നാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാം. മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്ക് ടൂൾ ബാർ ഡിഫൈൻ ചെയ്യാം. ഈ ടൂൾ ബാർ നമ്മൾ ലേഔട്ട് ഫയലിൽ ടൂൾ ബാർ ആൻഡ്രോയിഡ് എക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് ആൻഡ്രോയിഡ് എക്സ് തന്നെ യൂസ് ചെയ്യുക. ടൂൾ ബാർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID r.id.toolbar. ഇനി സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന ടാഗ് യൂസ് ചെയ്യുക. അതിനുള്ളിൽ നമ്മളുടെ മേലത്തെ ഈ ടൂൾ ബാർ ഇവിടെ കൊടുക്കുക. അവിടെ എന്താണോ ആ നെയിം കൊടുത്തത് അത് ഇവിടെയും കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആകുന്നുണ്ട്. ഇപ്പം നമ്മളിത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഫോൺ കളർ എല്ലാം ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. ഒരു ബോറായി തോന്നുകയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ മാറ്റുമെന്ന് നോക്കാം. ഈ ടൂൾ ബാറിൽ പോയിട്ട് ഒരു ആട്രിബ്യൂട്ടും കൂടി ഇൻസേർട്ട് ചെയ്യുക, തീം എന്ന ആട്രിബ്യൂട്ട്. അതിൽ dark.action bar, അതല്ല ആപ്പ് കോമ്പാറ്റ് light.dark action bar എന്നത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇവിടെ ഇത് ചെയ്തത് റോങ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തത്. നമുക്കത് ശരിയായി കൊടുക്കാം. നമ്മളിവിടെ team.app combat എന്നാണ് കൊടുത്തത്. അതല്ല നമുക്ക് വേണ്ടത്. തീം ഓവർലേ എന്നതിൽ dark.action bar എന്നുള്ളതായിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫോണ്ടുകളെല്ലാം വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബ്ലാക്ക് ആയും കാണാം. പക്ഷെ നമുക്ക് ഇനി ഇതും കൂടി വൈറ്റ് ആക്കിയാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകും.
അതിനായി കൊടുക്കേണ്ടത് പോപ്പപ്പ് തീം എന്നതാണ്. അതിൽ കൊടുക്കേണ്ടത് തീം ഓവർലേ ആപ്പ് കോംപാക്ട് ഡോട്ട് ലൈറ്റ് എന്നുള്ളത്. ഇനി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ഐറ്റം ലിസ്റ്റും വൈറ്റായി നല്ല നമുക്കൊരു കാണാൻ സുഖമുള്ള രീതിയിൽ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.